ഇത് കണ്ടാൽ നിങ്ങൾ നമ്മുടെ നഴ്സറിയിലുള്ള വലിയ വലിയ പ്ലാന്റുകൾ, അതായത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഒരു 3 വർഷമായ പ്ലാന്റാണ് ഈ കാണുന്നത്. അതുപോലെ NIT റംബുട്ടാൻ്റെ ഇതൊക്കെ NITയുടെ നല്ല ബിഗ് സൈസ് പ്ലാന്റാണ്. 21 സൈസിലുള്ള പ്ലാന്റാണ്. കട്ടവണ്ണം കണ്ടില്ലേ? ഇതൊക്കെ കഴിഞ്ഞ വർഷം മുതലേ കായ്ക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നഴ്സറിയിൽ ഉള്ള പ്ലാന്റുകളാണ്. എല്ലാം വലിയ സൈസ് ബിഗ് പ്ലാന്റാണ്. അതായത് മാവിൻ്റെതൊക്കെ വിവിധ ഇനം കളക്ഷൻ തന്നെയാണ്. അതായത് R2E2, നാംഡോക്ക് മായി, അതുപോലെ കാട്ടിമൂണ്, കാലാപ്പാടി, അതുപോലെ കുളമ്പ് മാവ് ഒക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഒരു മിയാസാക്കിയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാം വണ്ണം കണ്ടില്ലേ? ഇതൊക്കെ പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി നിലനിർത്തിയ മാവിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കുളമ്പിൻ്റെ മാവാണ്. ഇതൊക്കെ നമ്മുടെ ഡ്രമ്മിൽ വെക്കാൻ പാകമാക്കി വളർത്തിയെടുത്ത പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ വിവിധ ഇനം തന്നെ. ഇത് കണ്ടില്ലേ? ഇത് കാട്ടിമൂണിൻ്റെ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ? ഇതിൻ്റെയൊക്കെ കടവണ്ണം കണ്ടോ? അതുപോലെ നമ്മുടെ ബനാന മാവിൻ്റെ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ കാട്ടിമൂണിൻ്റെ. ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ ഷെയ്പ്പാക്കി നിലനിർത്തിയതാ. ഇതൊക്കെ പ്രൂണിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് നമ്മുടെ ഡ്രമ്മിൽ വെക്കാൻ പാകമായ മാവുകളാണ്. ഇതിൻ്റെയൊക്കെ വണ്ണം കണ്ടില്ലേ? ഇതിലെ കടവണ്ണം കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ വെച്ച്, അതായത് കാഴ്ച മാവുകളാണ്. ഈ വർഷം ഇപ്പം മഴ കാരണം പൂവിട്ട പൂവുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. കാരണം കരിഞ്ഞു പോയി. ഈയിടെ നല്ലൊരു മഴ പിടുത്തം പിടിച്ചു പൂവിന് ശേഷം. അപ്പോൾ കംപ്ലീറ്റ് പൂവ് കരിഞ്ഞു പോയത് കൊണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് നിലനിർത്തി, ആദ്യം കായ്ക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തി വെച്ച നമ്മുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കാലാപ്പാടിയുടെ പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ കാലാപ്പാടിയുടെ, ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ട് കാലാപ്പാടിയുടെ പ്ലാന്റുകൾ. കണ്ടില്ലേ? ഇതൊക്കെ കാലാപ്പാടിയുടെ നല്ല ബുഷായിട്ട് നിലനിർത്തിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പാകമായി റെഡിയാക്കി വെച്ച വിവിധ ഇനം പ്ലാന്റുകളാണ് ഈ കാണുന്നത്. നിങ്ങളിത് കണ്ട, ഇതൊരു 21 സൈസ് ഗ്രോ ബാഗിലുള്ള ഒരു വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഒരു പ്ലാവാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? കായ്ച്ചിട്ട് കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഡ്രമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് പാകത്തിനാക്കിയിട്ട് സെറ്റാക്കി ഷെയ്പ്പാക്കി നിർത്തിയ ഒരു പ്ലാവിൻ്റെ തൈ തന്നെയാണ്. കണ്ടില്ലേ? വലിയൊരു പ്ലാന്റ് തന്നെയാണ്. ഒരു 8 അടിക്ക് മുകളിലായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റെമ്പ് കണ്ടില്ലേ? സ്റ്റെമ്പ് ഇങ്ങനെ ഒരുക്കി നിർത്തി വെച്ചതാണ്. കാരണം ചക്ക പിടിച്ചാൽ താങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ 3 വർഷത്തിൽ കൂടുതൽ പ്രായമായ, കഴിഞ്ഞ വർഷം മുതലേ കായ്ക്കുന്ന ഒരു പ്ലാവാണ് ഈ കാണുന്നത്. ഇതൊക്കെ അതുപോലെയുള്ള പ്ലാന്റുകൾ തന്നെയാണ്. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കായ്ച്ച പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ J33യുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ തന്നെയാണ്. J33യുടെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കായ്ക്കുള്ളൂ. കാരണം ഒരു 3-4 വർഷം വേണം J33 കായ്ക്കണമെങ്കിൽ. ചക്കയിൽ ഏറ്റവും നല്ലൊരു ചക്ക J33 തന്നെയാണ്. അതുപോലെ തന്നെ പൂത്തതായിട്ടുള്ള അബിയുവിൻ്റെ പ്ലാന്റുകളുണ്ട്. അതുപോലെ നമ്മുടെ ജപ്പാൻ പേര, തായ് പിങ്ക്, VNR അങ്ങനെയുള്ള അറക്ക കിരൺ, അതുപോലെ തന്നെ വലിയ പ്ലാന്റുകളുണ്ട്. ഉമ്മർ ചാമ്പയുടെ പ്ലാന്റുകളുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ ബിഗ് സൈസ് പ്ലാന്റുകൾ തന്നെയുണ്ട്. അതുപോലെ ഇത് കണ്ടാൽ നിങ്ങൾ NITയുടെ ഒരു 6 വർഷം 7 വർഷം പ്രായമായ വലിയ പ്ലാന്റാണ്. ഇത് 30 സൈസ് ഗ്രോ ബാഗിലുള്ള വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി റോഡ് ഒരു 1/2 കിലോമീറ്റർ, 500 മീറ്റർ മാത്രമാണ്. അതായത് ശ്രീകണ്ഠപുരത്ത് നിന്ന് ചെമ്പന്തൊട്ടി റോഡിൽ വെറും 500 മീറ്റർ മാത്രം. അതായത് എക്സ്പോ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. 500 മീറ്റർ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. റോയൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാൻ പറ്റും. അപ്പം ആർക്കെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അതുപോലെ ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത്, അതായത് ഞാനിത് ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അതായത് ബിഗ് സൈസ് പ്ലാന്റുകളാണ്. ഓരോ പ്ലാന്റിൻ്റെതും റേറ്റ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഇങ്ങനെ റേറ്റ് ഒറ്റ ഇതിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്ലാന്റ് വേണം എന്നുള്ളത് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.